ഫുക്രിയിലേക്ക് സ്വാഗതം. അർജന്റീന ആരാധകർ മുള്ളിൽ നിന്ന മത്സരം അവസാന 11 മിനിറ്റിൽ 79ാമത്തെ മിനിറ്റ് വരെ 2 ഗോളിന് പിറകിൽ അർജന്റീന. അവസാന 11 മിനിറ്റിൽ 3 ഗോൾ അടിച്ച് അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ ഈജിപ്തിനെ 2-നെതിരെ 3 ഗോളിന് തോൽപ്പിച്ചു. അത്യന്തം നാടകീയമായ മത്സരം എല്ലാം ഉണ്ട് അതിൽ. പെനാൽറ്റി കളഞ്ഞു മെസ്സി, 21ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി കളഞ്ഞു. 15ാമത്തെ മിനിറ്റിൽ ഈജിപ്ത് ഇബ്രാഹിമിലൂടെ മുന്നിലെത്തി. 21ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ബോക്സിൽ അർജന്റീന താരത്തിനെ ചവിട്ടി വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി മെസ്സി കളഞ്ഞു. അങ്ങനെ പിന്നീട് ആദ്യ പകുതി 1 ഗോളിന് ഈജിപ്ത് മുന്നിലായിട്ടാണ് അവസാനിച്ചത്. രണ്ടാമത്തെ പകുതിയുടെ 67ാമത്തെ മിനിറ്റിൽ സീക്കോ ഈജിപ്തിനെ രണ്ടാമത്തെ ഗോൾ അടിച്ച് 2 ഗോളിന് മുന്നിലെത്തിച്ചു. അതിനു മുമ്പ് 58ാമത്തെ മിനിറ്റിൽ സീക്കോ തന്നെ അടിച്ച ഗോൾ, അത്യുജ്വല ഗോൾ, അത് ഗോളി ഡിസലോ ചെയ്തു. അത് വാർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഡിസലോ ചെയ്തത്. ഒരു കളിക്കാരനെ ഫൗൾ ചെയ്തു, അർജന്റീനൻ കളിക്കാരനെ ഫൗൾ ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഡിസലോ ചെയ്തത്. എന്തായാലും അത് കഴിഞ്ഞ് 79ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യൻ റൊമേറോയുടെ അതിഗംഭീര ഗോൾ, അർജന്റീന 1 അടിച്ചു. അതാ വരുന്നു 4 മിനിറ്റിന് ശേഷം മെസ്സി, സാക്ഷാൽ മെസ്സിയുടെ അത്യുജ്വല അടി എന്ന് പറഞ്ഞാൽ തകർപ്പൻ അടി. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, ഈജിപ്ത് ഗോൾ കീപ്പർക്ക്. ഗോൾ 2-2. 90 മിനിറ്റ് കഴിഞ്ഞു. 90 മിനിറ്റിൽ 2-2. പിന്നീട് ഇഞ്ചുറി ടൈമിൻ്റെ 3ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിൻ്റെ അത്യുജ്വലമായ ഹെഡർ. ഈജിപ്ത് ഗോളിക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ലൗട്ടാറോ മാർട്ടിനസിൻ്റെ ഗംഭീര ക്രോസ് ആയിരുന്നു. എന്തായാലും അതിഗംഭീരം. 79 മിനിറ്റ് വരെ 2 ഗോളിന് പിറകിൽ നിന്ന് അർജന്റീന ഈ ലോകകപ്പിൽ നിന്ന് പുറത്താകുമെന്ന് വിചാരിച്ചിടത്ത് നിന്ന് അവസാന 11 മിനിറ്റിൽ 3 ഗോളുകൾ തിരിച്ചടിച്ച് അർജന്റീന കഷ്ടിച്ച് രക്ഷപ്പെട്ട് ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. ആദ്യ പകുതിയിലെയും രണ്ടാം പകുതിയിലെ ആ തുടക്കത്തിലൊക്കെയുള്ള അർജന്റീനയുടെ കളി ദുരന്തമായിരുന്നു, ദയനീയമായിരുന്നു. അത് പറയാതെ വയ്യ. മെസ്സി പെനാൽറ്റി പാഴാക്കി. എല്ലാം കൊണ്ടും അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പക്ഷേ പിന്നീട് 2 എണ്ണം വീണപ്പോഴാണ് അവർ കുറച്ചുകൂടി ഉണർന്ന് എണീറ്റ് കളിച്ചത്. സ്കലോണി തന്ത്രം മാറ്റി. ലൗട്ടാറോ മാർട്ടിനസിനും മെസ്സിക്കും ഒപ്പം ഹൂലിയൻ അൽവാരസ് അടക്കം 3 സ്ട്രൈക്കർമാരെ വെച്ച് കളിച്ചു. കളിയുടെ ഫസ്റ്റ് 11-ൽ തന്നെ ഹൂലിയൻ അൽവാരസ് ഉണ്ടായിരുന്നു, മാർട്ടിനസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ലൗട്ടാറോ കൂടി ഇറക്കി 3 സ്ട്രൈക്കർമാരായി. മെസ്സി കുറച്ച് ഇറങ്ങി കളിച്ചു, മെസ്സി കളി ഉണ്ടാക്കി. അങ്ങനെയാണ് കളി ജയിച്ചിരിക്കുന്നത്. എന്തായാലും അതിഗംഭീരമായ തിരിച്ചുവരവ്. 90 മിനിറ്റിൽ തന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോകാതെ തന്നെ കളി അർജന്റീന ഫിനിഷ് ചെയ്തു.